സിനിമ റിലീസായി എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി തിയേറ്ററിലേക്ക് വരലേ. എടാ ഇപ്പൊ റിവ്യൂ ഒക്കെ കേട്ട് നല്ലതൊന്ന് നോക്കിയിട്ടാന്ന് വരലേ. ഇതാണ് എന്റെ പണി. ഇയാള് എല്ലാ സിനിമയുടെ റിവ്യൂ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പറയുന്ന ആളാ. അവനെ പറ്റി എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കാൻ വേണ്ട. എന്നാലും ഉള്ളത് പറഞ്ഞൂടെ. യൂട്യൂബില് ഇതൊക്കെ ചെയ്യുന്ന ഈ സിനിമ റിവ്യൂ പറഞ്ഞ ഒരുത്തനുണ്ട്. പുള്ളി അടിപൊളിയാണ്, പുള്ളി പറഞ്ഞ കറക്റ്റാണ്. പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അത് എന്ത് വർത്തമാനം? പടം കണ്ട് പുള്ളി അതിന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷോട്ട് ബൈ പറയും പുള്ളി കറക്റ്റ് ആയിട്ട്. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്റെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതാ. പുള്ളി പറഞ്ഞല്ലോ, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വന്നില്ല. പൈസ ഒന്നും വാങ്ങി ഞാൻ റിവ്യൂ ചെയ്യാറില്ല. അല്ലാതെ ഞാനിനി റിവ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ സിനിമ കണ്ടിട്ട് എന്റെ അഭിപ്രായം ഞാൻ സത്യസന്ധമായിട്ട് പറയും. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു? ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. ഇഷ്ടം പോലെ ഇന്ന ആൾ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ വലിയ തെറ്റൊന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് കാണണം തോന്നിയ സിനിമകൾ ഞാൻ കാണാറുണ്ട്. നല്ല മനുഷ്യൻ. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും, അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ. അശ്വതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരും കാണുന്നതാണ് ശരിക്കും. അതിപ്പം ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമകൾ ഉണ്ടാവും, അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത സിനിമയായി മാറാറുണ്ട്. അതും പറയണല്ലോ. അതേ സമയം ഒന്നിനും കൊള്ളാത്ത സിനിമ എന്ന് പറഞ്ഞ സിനിമകൾ കാണാറുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ഹാർഷാണ്. ഇങ്ങനെ ആയാലും ചെയ്യും. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും. അത് പുള്ളിയുടെ ഒരു തനതായ ശൈലിയാണ്. നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുന്നു, നമുക്കും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കേട് കൊണ്ട് പറഞ്ഞതായിരിക്കും. അല്ല, പടം കാണണ്ടേ.